ഇനി കേരളത്തിൽ മാത്രമല്ല അങ്ങ് ലണ്ടനിൽ പോലും ആറ്റുകാലമ്മയ്ക്ക് നാളെ പൊങ്കാല. കുംഭമാസത്തിലെ പൂരം നക്ഷത്രമായ നാളെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കും. മനസ്സർപ്പിച്ച് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ മനസ്സറിഞ്ഞ് തന്റെ ഭക്തരുടെ ആഗ്രഹം നിറവേറ്റുന്നു. ഇപ്പോഴത്തെ ലണ്ടനിലെ ന്യൂഹാം മാനോർ പാർക്കിലുള്ള ശ്രീ മുരുകൻ ക്ഷേത്രത്തിലാണ് ഇത്തവണ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടക്കാൻ പോകുന്നത്. ലണ്ടനിൽ അർപ്പിക്കുന്ന 17ാമത് ആറ്റുകാൽ പൊങ്കാലയാണ് നാളെ നടക്കുക. അതായത് ഫെബ്രുവരി 25 ഞായറാഴ്ച തന്നെയാണ് ന്യൂഹാം മനോർ പാർക്കിലുള്ള ശ്രീ മുരുകൻ ക്ഷേത്രത്തിൽ വെച്ച് പൊങ്കാല സമർപ്പണം. ബ്രിട്ടനിലെ മലയാളി വനിതകളുടെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ ബ്രിട്ടീഷ് ഏഷ്യൻ വിമൻസ് നെറ്റ്വർക്കാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. നിരവധി വർഷങ്ങളായി ഇവർ ഇതിന് നേതൃത്വം നൽകിപ്പോരുന്നു. ഓരോ വർഷവും നിരവധിയായ അനുഭവ സാക്ഷ്യങ്ങൾക്കാണ് ആറ്റുകാൽ പൊങ്കാല ഉറവിടമാകുന്നുവെന്നാണ് സംഘാടകരും ഭക്തജനങ്ങളും പറയുന്നത്. ബ്രിട്ടീഷ് ഏഷ്യൻ വിമൻസ് നെറ്റ്വർക്ക് മുൻ ആറ്റുകാൽ സിസ്റ്റേഴ്സ് ചെയറും മുഖ്യ സംഘാടകയും സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ഡോക്ടർ ഓമന ഗംഗാധരനാണ് ലണ്ടനിലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ച് നാളിതുവരെ നേതൃത്വം നൽകി വരുന്നത്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്ന ബ്രിട്ടീഷ് ഏഷ്യൻ വിമൻസ് നെറ്റ്വർക്ക് ലണ്ടൻ ബ്രസ്റ്റ് ക്യാൻസർ സൊസൈറ്റിയുടെ മുഖ്യ പ്രായോജകരുമാണ്. കേരളത്തിന് പുറത്ത് ആറ്റുകാലമ്മയുടെ സാന്നിധ്യത്തിൽ ഏറ്റവും കൂടുതൽ വനിതകൾ സംഗമിക്കുന്ന ഒരു വേദിയായി തന്നെ മാറുകയാണ് ശ്രീമുരുകൻ ക്ഷേത്രം. അതേസമയം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായി തലസ്ഥാന നഗരി ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് സ്ത്രീ ജനങ്ങളാണ് പൊങ്കാല മഹോത്സവത്തിനായി നഗരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് സ്ത്രീകൾ നാളെ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുകയാണ്. നാളെ രാവിലെ 10:30 പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരിതെളിയുന്നത്. ഉച്ചയ്ക്ക് 2:30 ഉച്ചഭോജിയും പൊങ്കാല നിവേദ്യവും ദീപാരാധനയും ഒക്കെ നടക്കുക. പൊങ്കാല നിവേദ്യത്തിനായി ക്ഷേത്രത്തിൽ നിന്നും 300 പൂജാരിമാരെ പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൂടൊക്കെ ഉയർന്നു വരികയാണ്. ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പൊങ്കാലയിടുന്ന ഇവരും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൂട് കൂടുതലായതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ ധാരാളം വെള്ളം കുടിക്കുക. ക്ഷീണമോ അല്ലെങ്കിൽ തലവേദന, തലകറക്കം, ശ്വാസതടസ്സം തുടങ്ങിയവ എന്തെങ്കിലും ഉണ്ടായാൽ തണലത്തേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ടീമുകളെയൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ആംബുലൻസ് സേവനമൊക്കെ ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഉടൻ തന്നെ വിളിക്കാനുള്ള നമ്പർ നിലവിൽ ദിശ നമ്പറായ 104, മറ്റൊരു നമ്പർ 1056 എന്ന നമ്പറാണ്. ഇതിലേക്ക് വിളിക്കാം. മറ്റൊന്ന് എന്തെങ്കിലും അത്യാവശ്യ സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 0471-255-2056 എന്ന നമ്പറിലേക്കും വിളിച്ച് ഡോക്ടറുടെ ഉപദേശം തേടാവുന്നതാണ്. എന്തായാലും ഭക്തജനങ്ങളുടെ ഒരു വൻ തിരക്ക് തന്നെ ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഇപ്പോൾ തലസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഗതാഗത നിയന്ത്രണവും ഇപ്പോൾ മുതൽക്ക് തന്നെ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. പലരും പൊങ്കാല അടുപ്പുകൾക്ക് വേണ്ടി പൊങ്കാല അടുപ്പുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാലേക്കൂട്ടി തന്നെ സ്ഥലവും ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ ഭക്തരുടെ നിറഞ്ഞ മനസ്സോടുകൂടെ തന്നെയാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.